രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര വിവാദത്തിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയ ഗർഭം അലസിപ്പിക്കൽ ആണ് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നിർബന്ധിത ഗർഭഛിദ്രം നടത്താൻ ഗുളിക കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായതായും തുടർന്ന് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ക്രൈംബ്രാഞ്ചിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയത്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഗർഭം അലസിപ്പിക്കലാണ് നടന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കാണാം. ഇരയായ തിരുവനന്തപുരം ജില്ലക്കാരിയായ 26-കാരിക്ക് വിവാഹം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പ് നൽകിയിരുന്നതായും ഈ ഉറപ്പിൽ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതിയെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. യുവതി ഗർഭിണിയാണെന്ന വിവരം പലതവണ പറഞ്ഞിട്ടും രാഹുൽ വിശ്വസിച്ചിരുന്നില്ല. ഒടുവിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച 16 ആഴ്ച പിന്നിട്ടതോടെയാണ് ഗൗരവം തിരിച്ചറിഞ്ഞത്. തുടർന്ന് പത്തനംതിട്ട സ്വദേശിയും തന്റെ വിശ്വസ്തനുമായ സുഹൃത്തു മുഖേന രാഹുൽ നിർബന്ധിത ഗർഭചിത്രം നടത്തുന്നതിനായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന 2 ഗുളികകൾ യുവതിക്ക് കൈമാറിയതായാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരണം. മിഫാപ്രിസ്റ്റോൺ, മിസോപ്രോസ്റ്റോൾ തുടങ്ങിയ മരുന്നുകൾ കഴിച്ചതിന് പിന്നാലെ രക്തസ്രാവം അനിയന്ത്രിതമായതോടെ യുവതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചതായാണ് സൂചന. ഫാർമസി ബിസിനസ് നടത്തുന്ന രാഹുലിന്റെ മറ്റൊരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഗർഭനിരോധന ഗുളികകൾ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യുവതിക്ക് എങ്ങനെ എത്തിച്ചു നൽകാൻ കഴിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം തുടരുകയാണ്. രാഹുലിന്റെയും അടുത്ത സുഹൃത്തുക്കളുടെയും കോൾ ഡേറ്റ റെക്കോർഡുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നതായാണ് സൂചന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അതേസമയം മറ്റൊരു വാർത്ത കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തി. പ്രമുഖ നേതാക്കളുടെ ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. ഈ രീതിയിലുള്ള മൊഴിയായിരുന്നു നൽകിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ജീന സജി തോമസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്ന് ആരോപിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായ നീക്കം ഈ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണിത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനിടെയാണല്ലോ ഇത്തരം ചില പരാതികളും മൊഴികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദമായ വിവരം? അതിനു മുൻപ് ഈ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഗർഭഛിദ്രം നടത്തുമ്പോൾ അത് അശാസ്ത്രീയമായ രീതിയിലാണ് എന്ന്. ഇതിന് എത്രമാത്രം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്? ഏതെങ്കിലും ഡോക്ടറിൽ നിന്ന് മൊഴി കിട്ടിയിട്ടുണ്ടോ ക്രൈംബ്രാഞ്ചിന്? അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ അടക്കം, വനിതാ ഡോക്ടറെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചന. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് തിരുവനന്തപുരം സ്വദേശിനിയായ ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന ഉറപ്പിലായിരുന്നു, വലിയ പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെയാണ് ഈ ഗർഭസ്ഥ ശിശുവിനെ ഇവർ ഉള്ളിൽ വഹിച്ച് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ രാഹുൽ ഇവർ ഗർഭിണിയാണ് എന്ന് പലതവണ പറഞ്ഞിട്ടും അത് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ ഏതാണ്ട് 16 ആഴ്ചയോളം എത്തി. അങ്ങനെ 16 ആഴ്ച എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ യഥാർത്ഥത്തിൽ ഈ ഗർഭിണിയാണ് എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് പത്തനംതിട്ടയിൽ ഒരു ബേബി ഷോപ്പ് നടത്തുന്ന തൻ്റെ ഒരു സുഹൃത്ത് മുഖേന 2 ഗുളികകൾ, അതായത് ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൃത്യമായ മാനദണ്ഡങ്ങൾക്കും ഉപാധികൾക്കും വിധേയമാക്കി മാത്രം ഉപയോഗിക്കേണ്ട 2 ഗർഭനിരോധന ഗുളികകൾ ഒരു തരത്തിലുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുകളും ഇല്ലാതെ അശാസ്ത്രീയമായി ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മിഫാപ്രിസ്റ്റോൺ എന്ന 200 mg ഗുളിക ആദ്യം കഴിച്ച് 24 മുതൽ 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മിസോപ്രോസ്റ്റോൾ എന്ന 2ാമത്തെ ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഈ 2 ഗുളികകൾ ഉപയോഗിച്ചതിന് പിന്നാലെ വലിയ തരത്തിൽ ഇവർക്ക് രക്തസ്രാവം ഉണ്ടായി. ഈ ഗുളികകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ്, കോൺസിക്വൻസസ് തന്നെ ഈ രക്തസ്രാവമാണ്. ഒരുപക്ഷെ ഇത് നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വരെ മാറാൻ സാധ്യതയുള്ള
അങ്ങനെ കോൺസിക്വൻസസ് ഉള്ള 2 ഗുളികകളാണ് ഇവർ ഉപയോഗിച്ചത്. അതിന് പിന്നാലെയാണ് ഈ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ യുവതി ഡോക്ടറെ സമീപിക്കുകയും ചെയ്തത്. അവരോട് പക്ഷേ ഇതുമായി രാഹുലിനുള്ള ബന്ധത്തെക്കുറിച്ച് അവർ വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യഘട്ടത്തിലെന്ന സൂചനകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായി ഈ ബ്ലീഡിംഗ് നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്തസ്രാവം നിൽക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ കൃത്യമായി അവർ നൽകി. പക്ഷേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ യുവതിയെ അലട്ടുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന വിവരം. അതിന് പിന്നാലെയാണ് ഈ ഗുളിക നൽകിയത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള, അതായത് രാഹുലിന് വേണ്ടി ഈ ഗുളികകൾ എത്തിച്ചു നൽകിയത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വിശദമായി നടന്നത്. ആ അന്വേഷണമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ബേബി ഷോപ്പ് നടത്തുന്ന ഒരു യുവസംരംഭകനിലേക്ക് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ദുരൂഹതകളുണ്ട് എന്ന തരത്തിലുള്ള പരാതികളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സമായി നിന്നത് ഈ യുവതികളിൽ ആരും പരാതി നൽകിയിട്ടില്ല, മൊഴി നൽകിയിട്ടില്ല എന്ന കാര്യമായിരുന്നുവല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു മൊഴി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ഇന്നലത്തോടു കൂടി അത്തരം ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടല്ലോ ഈ കാര്യത്തിൽ. അതിലെന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളുണ്ടോ? അതായത് ആ മൊഴി ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. അന്ന് കൊച്ചി സ്വദേശിനിയായ റിനി അന്ന ജോർജ് എന്ന യുവതിയാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലതവണ വാൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും പിന്മാറിയില്ല എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെ 24 മണിക്കൂറിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ഈ റിനി ആനിന് നേരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടന്നു. ഇന്നലെ രാവിലെ ആരും മൊഴി നൽകാൻ എത്തുന്നില്ല എന്നും ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നുമുള്ള ചില വാർത്തകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ റിനി ആൻ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുന്നത്. അതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അവർ മൊഴി നൽകിയിട്ടുണ്ട് എന്ന ഏറ്റവും സുപ്രധാനമായ വിവരം കൂടി പുറത്തു വരുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ മൊഴിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൂടി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവരെ പരാതിക്കാരിയാക്കാനോ സാക്ഷിയാക്കാനോ ഏതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങളെന്നാണ് സൂചന. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഡാൻ ഇക്കാര്യത്തിൽ. അതിൽ ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി ഒരു സ്ത്രീ ഒരു മൊഴി നൽകുകയായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നുള്ളതായിരുന്നല്ലോ. അതായത് കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നു, ഇങ്ങനെയുള്ള ഒരു പരാതിയാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷേ ആ പരാതി കൊടുത്ത ആളുടെ വിശ്വാസ്യത അതിപ്പോൾ സംശയത്തിലായിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? അതായത് കഴിഞ്ഞ 24-ാം തീയതി ഓഗസ്റ്റ് 24-ാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ജീന സജി തോമസ് എന്ന ഒരു യുവതി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് അതിൽ പങ്കുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളുമായി ഒരു പരാതി നൽകുന്നത്. ആ പരാതി ബേസ് ചെയ്തുകൊണ്ടാണ് അവരോട് മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ ദിവസം അവർ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകുകയായിരുന്നു. അവർ നേരിട്ട് ഹാജരായി 3 നേതാക്കളുടെ പേരാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, 2 രമേശ് ചെന്നിത്തലയാണ്, 3 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയാണ്. ഈ 3 പേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് എന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇവർ പറഞ്ഞ ഉത്തരങ്ങളിൽ സംശയം തോന്നിയ ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നതിനിടെയാണ് 2021 ഫെബ്രുവരി മാസം 8-ാം തീയതി കോട്ടയം ജില്ലയിലെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ 13 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ് ജീന സജി തോമസ് എന്ന് കണ്ടെത്തിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത 2 പേരിൽ നിന്നായി 2 സഹോദരങ്ങളിൽ നിന്നായി ഇവർ 13 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഈ കേസ്. സമാനമായ തരത്തിൽ ഈ അന്വേഷണത്തിന്റെ ദിശ തെറ്റിച്ചു വിടാനായി ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന വലിയ സംശയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ഉള്ളത്. അതായത് ആരുടെയോ പ്രേരണയാലാണ് ഇവർ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുമായി മുമ്പോട്ട് വന്നത്. അങ്ങനെ ആ ഒരു പ്രേരണയുടെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടക്കും. കഴിഞ്ഞ 24-ാം തീയതിക്കും ഈ മൊഴി നൽകാൻ എത്തുന്നതിനുമിടയിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുകൂടി
പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പരാതിയിൽ ഈ അന്വേഷണത്തിന്റെ ഗതി തെറ്റിക്കാനായി ബോധപൂർവമായി ഇടപെടൽ നടത്തുന്നതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ കൂടി നോക്കേണ്ടി വരുമല്ലോ ഡാൻ. ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ രണ്ട് പക്ഷത്തു നിന്ന് കോൺഗ്രസിൽ തമ്മിലടി നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ആ ഒരു അച്ചുതണ്ടിനെ അനുകൂലിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു പരാതി, അത് വി ഡി സതീശനും ചെന്നിത്തലയ്ക്കും ഒക്കെ എതിരെ വന്നിരിക്കുന്നു. ആ രീതിയിലും കാണേണ്ടി വരുമല്ലോ ഇതിനെ. സൈബർ ഇടത്തിലെ ആ പോരാട്ടം അത് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്കും എത്തിയിരിക്കുകയാണെന്ന്. അതായത് വലിയ തരത്തിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ വലിയ തരത്തിൽ രാഹുൽ അനുകൂലികളും രാഹുൽ എതിർപക്ഷവും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടൽ പാർട്ടിക്കുള്ളിലും പുറത്തും നടക്കുന്നുവെന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇതൊരു പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഇഷ്യൂ ആയതിനാൽ അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെയാണ് ഓരോ ചുവടുവെപ്പുകളും. കാരണം ഒരു പിഴവ് സംഭവിച്ചാൽ അത് ഈ അന്വേഷണത്തിന്റെ മുഴുവൻ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരാതിയുമായി രംഗത്തെത്തുന്നവരുടെ പശ്ചാത്തലം എന്താണ് എന്ന് കൂടി വിശദമായി പരിശോധിക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് പക്ഷേ ഈ ഒരു നേരത്തെ ഡാൻ പറഞ്ഞ അതേ കാര്യം, ഇന്നലത്തെ ആ മൊഴി അത് വളരെ നിർണായകമായി തീർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ അതൊരു രഹസ്യമൊഴിയുടെ രീതിയിലേക്ക് വരാനോ അങ്ങനെയുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ടോ? ഈ യുവതിയെ കൊണ്ട് രഹസ്യമൊഴി നൽകിക്കുക. ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായിട്ട്, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ച യുവതിയുടെ കാര്യമാണ്. അതിൽ എങ്ങനെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത്? അതൊരു രഹസ്യമൊഴിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടോ? നിയമപരമായി മുമ്പോട്ട് പോകാനില്ല എന്ന നിലപാടിൽ റിനി ആൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെയും അവരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം രൂക്ഷമായത്. അതിനു പിന്നാലെയാണ് അവർ സമൂഹ മാധ്യമത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നിയമപരമായി താൻ മുമ്പോട്ടില്ല എന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞതാണ്. ഈ കാര്യം തിരിച്ചറിയിക്കണം, ഇത് പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് മാത്രമേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനർത്ഥം എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ച് പൂട്ടിക്കെട്ടി പോയി എന്നല്ല. കൊള്ളേണ്ടവർക്ക് പൊള്ളുന്നവർക്ക് കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സൈബർ ആക്രമണങ്ങൾ പേയ്മെന്റ് ആയ രീതിയിൽ തനിക്കെതിരെ നടക്കുന്നത് എന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. അത് ബഹുമതിയായി കാണുന്നുവെന്നും ഈ യുവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിലേക്ക് ഒരു വലിയ തരത്തിൽ, അതായത് നേരിട്ട് മൊഴി നൽകുന്ന തരത്തിലേക്ക് റിനി ആന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായതോടെ അവരെ പരാതിക്കാരിയാക്കി മാറ്റിയാൽ രാഹുലിനെതിരെ തുടർ നീക്കങ്ങൾ സുഗമമാകുമെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമോപദേശം തേടുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ പരാതിക്കാരിയാക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ ആദ്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടന്നതിന് ശേഷം ഒരു സ്ഥിരീകരണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ കേസിലെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ മാത്രമേ ഇത് രഹസ്യമൊഴി കൊടുക്കുന്നതടക്കമുള്ള തുടർ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമപരമായി വലിയ കുരുക്കായി അത് മാറുമെന്ന കാര്യത്തിൽ. ക്രൈംബ്രാഞ്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഗർഭഛിദ്രത്തിന് വേണ്ടി അശാസ്ത്രീയമായ മാർഗം കൂടി തേടിയിരുന്നു എന്നുള്ള നിർണായകമായ വിവരം കിട്ടിയത്. നൽകിയിരുന്ന ഗുളികയുടെ വിവരങ്ങളും കിട്ടിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ തന്നെയാണ് റിനി ആനിന്റെ മൊഴി ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത ശ്രമവും. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു പരാതിയും മൊഴിയും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ക്രൈംബ്രാഞ്ചിന് കഴിയും. അതിനിടെയാണ് ഈ അന്വേഷണം വഴിതെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണവുമായി ഒരു യുവതി പരാതിയുമായി എത്തിയതും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി മൊഴി നൽകിയതും. പക്ഷേ അതിലെ വിശ്വാസ്യത, ജീന സജി തോമസ്, അവരുടെ വിശ്വാസ്യത ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് സംശയമുണ്ടായിരിക്കുകയാണ്. നേരത്തെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ഗൂഢാലോചന ആരോപണം അത് ഈ കേസ് വഴിതെറ്റിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യം കൂടിയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അതിനിടെയാണ് നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.